ജവാദ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വെബ് ടെക്നോളജി ആണ്. വെബ് ടെക്നോളജി, വെബ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വെബ് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ കാണുന്നതുമാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഒരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു വെബ് പേജ്. എന്താണ് വെബ് പേജ്? നമ്മൾ ഒരു സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ, ഒരു ഗൂഗിളിൽ ജസ്റ്റ് www.w3school.com എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് എടുക്കുമ്പോൾ, അപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് കാണും. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയാം. അപ്പോ വെബ് പേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ് പേജിന്റെ കുറെ കളക്ഷനാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. കുറെ വെബ് പേജിന്റെ, നമ്മളിപ്പോ ഒരു മാർക്ക് നോക്കുകയാണെങ്കിൽ, മാർക്ക് നോക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പം നമ്മളെ സ്കോർ കാർഡ് കിട്ടുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കണം. മതി. അപ്പൊ അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യും? വേറൊരു പേജിലോട്ട് പോകും. ആ പേജിലാണ് നമുക്ക് സ്കോർ കാർഡ് കാണുക. അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ആക്കും. ഡൗൺലോഡ് ആക്കിയിട്ട് വേറൊരു പേജിലോട്ട് പോകും. അങ്ങനെയുള്ള വെബ് പേജിന്റെ കളക്ഷനാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വെബ് പേജസ്? വെബ് പേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ്, അല്ലെങ്കിൽ HTML യൂസ് ചെയ്തിട്ട്, കുറെ HTML കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് വെബ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. പൈത്തൺ, ജാവ, C++ പോലുള്ള ലാംഗ്വേജസ് ആയിരിക്കും. ഫ്രണ്ട് എൻഡിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? HTML ആണ് യൂസ് ചെയ്യുക. അപ്പൊ HTML യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് വെബ് പേജസ് എന്ന് പറയുന്നത്. ഈ വെബ് പേജിനെ നമുക്ക് ഇന്റർനെറ്റിന്റെ ലാംഗ്വേജ് എന്നും കൂടി പറയാം. നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെബ് പേജസ് ഉണ്ടാക്കും, കുറെ കളർ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ട്. നമ്മളിപ്പം കണ്ടിട്ടുണ്ടാവും, ലോകത്തിലൊക്കെ ഇപ്പൊ നമ്മളിപ്പം എന്താ പറയാ, ന്യൂസ് ഒക്കെ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനോരമേന്റെ വെബ് പേജ് ഉണ്ട്, മാതൃഭൂമിയുടേതുണ്ട്, പിന്നെ മീഡിയ വൺ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? നമ്മളുടെ ന്യൂസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി അവർ കുറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാധനം. അപ്പൊ ആ ഫ്രണ്ട് എൻഡില് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആരറിയുന്നുള്ളൂ? നമ്മൾ അറിയുള്ളൂ. അതിന്റെ ബാക്ക് സൈഡിൽ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. അപ്പൊ ആ വെബ് പേജ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പം ഒരു വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. നോർമൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. മുടി 2 സൈഡിൽ പിന്നിടണം, അങ്ങനെ ഉണ്ടാവും ചില സ്കൂളിൽ. യൂണിഫോം നിർബന്ധമാണ്. പിന്നെ വേറെന്താണ്, അതുപോലത്തെ ഒരുപാട് റൂൾസ് ഉണ്ടാവും ഒരു സ്കൂളിൽ. ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പം നമുക്ക് എന്തുണ്ട്? കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എന്തേലും ഡിസിഷൻസ് അല്ലെങ്കിൽ എന്തേലും വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ കുറേ ഒരു റൂൾസ് ഉണ്ട്. ആ റൂൾസിന്റെ കളക്ഷനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പ്രോട്ടോകോള് നമുക്ക് കുറച്ച് ടൈപ്സ് പ്രോട്ടോകോൾസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, TCP/IP. TCP/IP എന്ന് വെച്ചാല് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCP/IP എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഇതിന് 2 പോർഷൻ ആണുള്ളത്. ഒന്ന് TCP, ഒന്ന് IP. TCP എന്ന് പറഞ്ഞാൽ ഡാറ്റയെ നമ്മൾ ഫുൾ സെക്യൂർ ആയിട്ട് ഒരു സ്ഥലത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. സെക്യൂർഡ് ആയിട്ട് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഏത്? TCP. ഇനി IP എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആക്കി ഡിവൈഡ് ചെയ്യും. ആ പാക്കറ്റ്, ഒരു വലിയ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെറിയ ചെറിയ പാക്കറ്റ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. ഈ പാക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു IP അഡ്രസ്സിലോട്ട്, ഒരു സ്പെസിഫിക് IP അഡ്രസ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് IP. ഓക്കെ. നമുക്ക് ഫസ്റ്റ് പ്രോട്ടോകോൾ ആണ് TCP/IP. TCP എന്ന് വെച്ചാൽ സെക്യൂർ ആയിട്ട് നമ്മളെ നോർമൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. IP എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ പാക്കറ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് IP അഡ്രസ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് HTTP or HTTPS.
HTTP or HTTPS. HTTP എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നിങ്ങൾക്ക് എവിടെയെങ്കിലും വൺ വേർഡ് ഒരു എക്സ്പാൻഷൻ ചോദിക്കാം. അത് മേ ബി ഇതുപോലുള്ളതായിരിക്കാം, പ്രോട്ടോകോൾസ് റിലേറ്റഡ് ഏതെങ്കിലും ആയിരിക്കാം, ഏതും ചോദിക്കാം കേട്ടോ. അപ്പം രണ്ടാമത്തെ പ്രോട്ടോകോൾ ആണ് HTTP. HTTP stands for Hypertext Transfer Protocol. ഇനി HTTPS ആണെങ്കിൽ Hypertext Transfer Protocol Secure. നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ മുകളിൽ കാണാം http://www.whatsappweb.com ഇങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ https://www.whatsappweb.com എന്നാണ്. നിങ്ങൾ നോർമൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, HTTP കാണുകയാണെങ്കിൽ അത് അത്ര സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ല. പക്ഷെ HTTPS ആണെങ്കിൽ അത് എന്താണ്, സെക്യൂർഡ് ആണ്. ഓക്കെ, അപ്പൊ HTTP എന്ന് വെച്ചാൽ ഒരു വെബ് സെർവറിൽ നിന്നും ഉള്ള ഡാറ്റാസ് നമ്മളുടെ ബ്രൗസറിലോട്ട് എത്തിക്കുന്നു. ഒരു വെബ് സെർവറിൽ നിന്നും ഉള്ള ഡാറ്റാസ് എവിടത്തോട്ടേക്ക് എത്തിക്കുന്നു, നമ്മളുടെ ബ്രൗസറിലോട്ട് എത്തിക്കുന്നു. ഓക്കെ, അതിന്റെ സെക്യൂർ ആയിട്ടുള്ള വേർഷൻ ആണ് HTTPS. ഇപ്പൊ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വരുമ്പം അത് HTTPS-ൻ്റെതായിരിക്കും. SBIന്റെ സൈറ്റ്, സിബിന്റെ സൈറ്റ്, ഇതൊക്കെ ഏതിലാണ് വരിക, HTTPS-ലാണ് വരിക. ഓക്കെ, ആ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ വെബ് ബ്രൗസറിന്ന് വെബ്സൈറ്റുകളിലേക്ക്, അതായത് ബ്രൗസറിലോട്ട് ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് സെക്യൂർഡ് ആയിട്ടുള്ള വേർഷൻ ആണ് HTTPS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോട്ടോകോൾ ഉണ്ട്, അതാണ് FTP. FTP എന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP എന്ന് വെച്ചാൽ എന്താണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ത്രൂ ഒരുപാട് ഫയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒരു വെറുതെ പറ്റൂല, അതിനും സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ FTP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി HTTPയും FTPയും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് SMTP ആണ്. SMTP എന്ന് വെച്ചാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഇപ്പൊ ഇമെയിൽ അയക്കുകയും ചെയ്യുന്നുണ്ട്, ഇമെയിൽ റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട്, ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് SMTP. ഇനി ഈ സെർവറിൽ നിന്നും ഇമെയിൽ നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് POP3 or IMAP. POP3 or IMAP. ഇത്രയും പ്രോട്ടോകോൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എങ്ങനെ ഈ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ അല്ലെങ്കിൽ OSI മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ടാവും OSI മോഡൽ, അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ. ഓക്കെ, ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ലെയർ ഉണ്ട്. ഫിസിക്കൽ ലെയർ എന്ന് വെച്ചാൽ സ്വിച്ച്, കേബിള്, ഇതൊക്കെയാണ് ഫിസിക്കൽ ലെയറിൽ വരാം. പിന്നെ എന്തുണ്ട്, ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്. അതായത് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് വെച്ചാൽ ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതിനാണ് ഡാറ്റ ലിങ്ക് ലെയർ. പിന്നെ നെറ്റ്വർക്ക് ലെയർ ഉണ്ട്. നെറ്റ്വർക്ക് ലെയർ എന്തിനാണെന്ന് വെച്ചാൽ IP അഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നെറ്റ്വർക്ക് ലെയർ. അതേപോലെ തന്നെ, അതായത് നെറ്റ്വർക്ക് ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് കണ്ടുപിടിക്കാനാണ് നെറ്റ്വർക്ക് ലെയർ. പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് വെച്ചാൽ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഡാറ്റേനെ നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതേപോലെ തന്നെ സെഷൻ ലെയർ ഉണ്ട്. സെഷൻ ലെയർ എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഷൻ ലെയർ. പിന്നെ പ്രസന്റേഷൻ ലെയർ ഉണ്ട്. പ്രസന്റേഷൻ ലെയർ എന്ന് വെച്ചാൽ ഞാൻ അയക്കുന്ന ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യും, അതായത് ഒരു കോഡാക്കി മാറ്റിയിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കും. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. അപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് HTTP ആണോ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണോ, ഏതാണ്
നമ്മൾ യൂസ് ചെയ്യുന്ന ആ ആപ്പിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് HTTPയും FTPയും. അങ്ങനെ ഏത് ആപ്പാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ലെയറിലൂടെ കടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം ഡൗൺലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം അപ്ലോഡ് ചെയ്യുന്നത്, ഒരു കാര്യം ഒരു ഇമെയിൽ അയക്കുന്നത്, ഇമെയിൽ റിസീവ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രയും ലെയേഴ്സിലൂടെ കടന്നിട്ടാണ്. ഇങ്ങനെയാണ് ഒരു പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. ഈ ഓരോ ലെയറിലും നമ്മൾ ഓരോ ഡിഫറെന്റ് പ്രോട്ടോകോൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്രോട്ടോകോൾ, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ത്രൂ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നെറ്റ്വർക്കിന്റെ കമ്മ്യൂണിക്കേഷനെ നമ്മൾ 2 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെബില് നമ്മൾ 2 തരത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലയന്റ് ടു സെർവർ, ക്ലയന്റ് ടു സെർവർ അല്ലെങ്കിൽ ബ്രൗസർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനും ഇനി നേരെ തിരിച്ച് വെബ് സെർവറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ക്ലയന്റിന്ന് വെബ് സെർവറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്, അതേപോലെ തന്നെ വെബ് സെർവറിൽ നിന്ന് വെബ് സെർവറിലേക്കുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വെബിൽ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ വെബിൽ എങ്ങനെയാണ് വരുന്നത്? വെബിൽ എങ്ങനെയാന്ന് വെച്ചാല് അതിലൊരു ക്ലയന്റും ഉണ്ട്, അതേപോലെ തന്നെ വെബ് സെർവറും ഉണ്ട്. ഒരു ക്ലയന്റും ഉണ്ട്, ഒരു വെബ് സെർവറും ഉണ്ട്. ഓക്കെ, നമ്മൾ വെബിലെ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത് എങ്ങനെയാണ്. ഓക്കെ, ക്ലയന്റ് എന്താ ചെയ്യാന്ന് വെച്ചാല് ക്ലയന്റിനെ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാ, ബ്രൗസർ എന്ന് പറയാം. ബ്രൗസർ എന്താന്ന് ചെയ്യാന്ന് വെച്ചാല് നമ്മളൊരു വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യാണ്, www.w3school.com. ഓക്കെ, അല്ലെങ്കിൽ www.sidor.com. ഇങ്ങനെ ഒരു വെബ്സൈറ്റ് അടിച്ചു കൊടുക്കാണ്. ഓക്കെ, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം നിങ്ങളുടെ ബ്രൗസർ ഏതാണോ ആ ഒരു ബ്രൗസർ ഒരു ക്ലയന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും, കാരണം നമുക്ക് വിവരം ആവശ്യമാണുള്ളത്, നമുക്ക് വിവരം നമുക്ക് വേണം, സൈഡോറിന്റെ വിവരങ്ങൾ നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ വിവരങ്ങള് ആവശ്യപ്പെടുന്ന ഒരു ക്ലയന്റ് ആയിട്ട് മാറുകയാണ്. അപ്പോ ക്ലയന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാനിപ്പം www.sidor.com അടിച്ചു കൊടുക്കുമ്പം ഞാനൊരു ക്ലയന്റ് ആണ്. ഓക്കെ, ഇനി വെബ് സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ഞാൻ അടിച്ചുകൊടുക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച്, അടിച്ചുകൊടുക്കുന്ന എന്താണോ അടിച്ചുകൊടുക്കുന്നത് അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് ഏതൊക്കെയോ വെബ് സെർവറിലോട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുറെ ഡിഫറെന്റ് വെബ് സെർവറിലോട്ട് എന്ത് ചെയ്യും, ഈ ഡാറ്റാസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 പ്രോട്ടോകോൾ വേണം. ഒന്നാമത്തെ പ്രോട്ടോകോൾ HTTP അല്ലെങ്കിൽ HTTPS. ഓക്കെ, നമുക്ക് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം, HTTP അല്ലെങ്കിൽ HTTPS പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. എങ്ങനെയാ യൂസ് ചെയ്യുക, http://www.sidor.com. ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്ത് പ്രോട്ടോകോൾ വർക്ക് ചെയ്യും, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വർക്ക് ചെയ്യും. ആ പ്രോട്ടോകോൾ വർക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യും, ഒരു ഇൻഫോർമേഷൻ എങ്ങോട്ടേക്കാണോ വേണ്ടത് അവിടത്തോട്ട് എനിക്ക് ഇൻഫോർമേഷൻ അയക്കും. ഓക്കെ, അപ്പം ഈ പ്രോട്ടോകോളൊക്കെ ഒരു ലോവർ ലെവൽ പ്രോട്ടോകോൾ ആണ്. നോർമലായിട്ട് TCP/IP ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോർമലിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിൻ്റെയും താഴെയാണ് നമ്മളുടെ HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ യൂസേജ് എന്താന്ന് വെച്ചാൽ ഇന്റർനെറ്റിലൂടെ നമുക്ക് സെക്യൂർ ആയിട്ടും വളരെ കംഫർട്ടായിട്ടും ഡാറ്റേനെ ഈ ഒരു ലെയേഴ്സിലൂടെ, ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ആ ലെയർ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആരാണോ ആവശ്യക്കാര്, ക്ലയന്റ് ആരാണോ ക്ലയന്റ്, അവർക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ HTTP പ്രോട്ടോകോള്. അതിനെയാണ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലയന്റ് ടു വെബ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്യാം, HTTPS പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. ഇനി അത് മെയിൽ ആയിട്ടാണ് എനിക്ക് അയക്കേണ്ടതെങ്കിൽ SMTP പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് FTP പ്രോട്ടോകോൾ ചെയ്യാം. ഈ പ്രോട്ടോകോളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫിസിക്കൽ ലെയേഴ്സിലൂടെ, ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, പ്രസന്റേഷൻ ലെയർ, അതുപോലത്തെ OSI ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർ കണക്ഷൻ ലെയേഴ്സിലൂടെ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? ക്ലയന്റിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം അടുത്തതാണ് ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സെർവർ, എന്താണ് ക്ലയന്റ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ക്ലയന്റും സെർവറും തമ്മിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ വരുമ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, എൻ്റെ അടുത്തൊരു ക്ലയന്റ് ഉണ്ട്, അതേപോലെ തന്നെ സെർവറും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു നെറ്റ്വർക്കില് ഒരു റിക്വസ്റ്റും നടക്കും, ആ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസും നടക്കും. ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, ക്ലയന്റ് ആണ് എന്തടിച്ചു കൊടുക്കുന്നത്? http://www.xidor.com എന്നടിച്ചു കൊടുക്കുന്നത് ആരാണ്? ക്ലയന്റ് ആണ്. ക്ലയന്റ് ആ റിക്വസ്റ്റ് ആർക്കാ കൊടുക്കുന്നത്? സെർവറിലോട്ട് കൊടുക്കുന്നു. ക്ലയന്റ് എന്താ ചെയ്യുന്നത്? ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ റിക്വസ്റ്റ് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? സെർവറിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ സെർവർ എന്ത് ചെയ്യാണ്? സെർവർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ സെർവർ എന്ത് ചെയ്യാണ്? ആ റിക്വസ്റ്റ് എടുക്കുകയാണ്. ആ റിക്വസ്റ്റ് എടുക്കുന്നു. www.xidor.com എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് സെർവർ എടുക്കുകയാണ്. എന്നിട്ട് ആ സെർവർ എന്ത് ചെയ്യുന്നു? ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് എന്താണോ സൈഡോറിൽ നിന്നും കിട്ടാനുള്ള ഇൻഫോർമേഷൻ അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ആർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും? ക്ലയന്റിന് റെസ്പോണ്ട് ചെയ്യാണ്. റിക്വസ്റ്റ് എടുക്കുന്നു, അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ആർക്ക് റെസ്പോണ്ട് ചെയ്യുന്നു? ക്ലയന്റിന് റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഫേസ്ബുക്ക്, ഗൂഗിളൊക്കെ എടുത്താല് അതിൻ്റെയൊക്കെ ഡാറ്റ സെക്യൂർ ആക്കി വെച്ചേക്കുന്നത് എവിടെയാണ്? ഒരു വലിയ കമ്പ്യൂട്ടർ ഉള്ള കാരണം അത്രയും ഇൻഫോർമേഷൻസ് അവിടെ ഉണ്ടാവും. ഗൂഗിളിലൊക്കെ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഇൻഫോർമേഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പം ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ റിക്വസ്റ്റ് സെർവറിലോട്ട് എത്തുന്നു. സെർവർ എവിടെയാണോ അതിന്റെ ഇൻഫോർമേഷൻ ഉള്ളത് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് റെസ്പോൺസ് തിരിച്ച് ആർക്ക് അയക്കുന്നു? സെർവറിന് അയക്കുന്നു. ഓക്കെ, അപ്പൊ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന URL, ഇതാണ് ഒരു URL നമുക്ക് റിക്വസ്റ്റ് എന്ന് പറയാം. പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം നമ്മുടെ സെർവർ ഇത് എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാണ്, അതാണ് പ്രോസസ്സിംഗ്. ഇനി റെസ്പോൺസ് എന്ന് പറഞ്ഞാല് സെർവർ എന്ത് ചെയ്യുന്നു? ആരാണോ എന്നോട് ചോദിച്ചത് ആ ക്ലയന്റിലോട്ട് ഇൻഫോർമേഷൻ തിരിച്ചയക്കുന്നു, അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ 3 പ്രോസസ്സിലൂടെയാണ് ഒരു ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഒരു സെർവറും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ക്ലയന്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ക്ലയന്റിൽ നിന്നും ഒരു സെർവറിലോട്ട് പോകണമെങ്കിൽ റിക്വസ്റ്റ്, റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പക്ഷെ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഒരു സെർവറിൽ നിന്നും മറ്റൊരു സെർവറിലോട്ട് ഒരു സെർവർ ഉണ്ടാവും, ആ ഒരു സെർവറിൽ നിന്നും എങ്ങോട്ടേക്കാ പോവുക? വേറൊരു സെർവറിലോട്ടാണ് എന്ത് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒരു സെർവറിൽ നിന്നും വേറൊരു സെർവറിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്ലയന്റ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അറിയില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് ആരറിയില്ല? ക്ലയന്റ് അറിയില്ല. ഓക്കെ, അപ്പം സംഭവിക്കുന്നത് എന്തായിരിക്കും അവിടെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താണ് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പം ഇപ്പൊ എന്ത് ചെയ്യാ?
നമ്മളുടെ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നു. അപ്പം ആ സൈറ്റിന്റെ സെർവർ, ഈ റെയിൽ വണ്ണിന്റെ സെർവർ അതിന്റെ വേറൊരു സെർവറുമായിട്ട് വേറൊരു സെർവറുമായിട്ട് ചെക്ക് ചെയ്യാണ് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടോ. ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുക്കുന്ന എന്താ, ചെക്ക് അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഇന്ന സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് ടു ട്രിവാൻഡ്രം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേഷൻ മാത്രമേ ഞാൻ അടിച്ചു കൊടുക്കുന്നുള്ളൂ. പക്ഷെ ശരിക്കും അവിടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പിന്റെ സെർവർ അതിന്റെ മെയിൻ സെർവറിൽ ചെക്ക് ചെയ്യാണ് അവിടെ അവൈലബിലിറ്റി ഉണ്ടോ. ഇവിടെ ഒരു വെബ് സെർവർ മറ്റൊരു സെർവറിനോട്, അതായത് ഒരു ക്ലയന്റ് എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇയാള് ഇതൊരു ക്ലയന്റ് ആയിട്ട് വേറൊരു സെർവറിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇത് ആരാണ്? നമ്മളുടെ രീതിയിൽ എടുക്കുമ്പം ഞാനിപ്പോ ഇയാളോട് ചോദിക്കുമ്പോ ഞാനാണ് ക്ലയന്റ്. ഓക്കെ, റെയിൽ വൺ എന്ന് പറയുന്നത് എന്റെ സെർവറാ. പക്ഷേ ഈ റെയിൽ വണ്ണിന് തന്നെ അറിയില്ല അവിടെ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത്. ആ റെയിൽ വൺ എന്ത് ചെയ്യുന്നു? വേറൊരു മേജർ സെർവറിനോട് ചോദിക്കുന്നു. അതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് API അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെർവേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് API ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഓക്കെ, അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ സെർവേഴ്സ് അവരെന്ത് ചെയ്യുന്നു? എന്തേലും ഒരു ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ്. അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ അയക്കുന്നു, എനിക്ക് തിരിച്ച് റെസ്പോൺസ് വരുന്നു. വീണ്ടും അങ്ങോട്ടേക്ക് അയക്കുന്നു, റെസ്പോൺസ് വരുന്നു. അപ്പം രണ്ട് ഡിഫറെന്റ് സെർവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ അയക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതെന്തിനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നോർമൽ ആയിട്ട് പേയ്മെന്റ് ഗേറ്റ് വേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ടിൽ എന്ത് ചെയ്യാണ്? ഓർഡർ ചെയ്യാണ്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്യുമ്പം ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ എങ്ങോട്ടേക്ക് പോവും? പേടിഎമ്മിലോട്ടോ ഗൂഗിൾ പേയിലോട്ടോ പോവില്ലേ? അപ്പം ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ ഒരു സെർവറാണ്, ജിപേ എന്ന് പറഞ്ഞത് വേറൊരു സെർവറാണ്. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്തിട്ട്, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതേപോലെ നമ്മളിപ്പം ഗൂഗിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? FB ലോഗിൻ ചെയ്യാം, ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ ഏതിൽ വരുന്നതാണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് വെബ് സെർവർ, എന്താണ് ക്ലയന്റ്? നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഇൻഫോർമേഷൻ ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഇന്റർനെറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറെ ആൾക്കാർക്ക് ഇൻഫോർമേഷൻ എത്തിക്കുകയാണ്. എങ്ങനെയാണ് ഇൻഫോർമേഷൻ എത്തിക്കുന്നത്? വെബ്സൈറ്റിലൂടെ. ഇന്റർനെറ്റ് വെബ്സൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻ എത്തുന്നത്, അല്ലേ? അപ്പോ ഈ ഇൻഫോർമേഷൻ എവിടെയാ എത്തുന്നത് ഒന്നും നമുക്കറിയില്ല. അവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ടാവും, അതായത് വെബ്സൈറ്റിന്റെ ഒരു ഫയൽ ഉണ്ടാവും. ആ ഫയലിൽ ടെക്സ്റ്റ് ഉണ്ടാവാം, ഇമേജ് ഉണ്ടാവാം, വീഡിയോ ഉണ്ടാവാം. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന, ഒരു സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു ഹാർഡ്വെയർ ഉണ്ടാവും. ദെൻ അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ബ്രൗസർ. ഈ ബ്രൗസർ ആണ് നമുക്ക് റിക്വസ്റ്റ് വാങ്ങിക്കുകയും അതേപോലെ തന്നെ റെസ്പോൺസ് തരികയും ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്രൗസർ ആണ് റിക്വസ്റ്റ് വാങ്ങിക്കുകയും അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ, ഇമേജസ് ആയാലും ടെക്സ്റ്റ് ആയാലും വീഡിയോസ് ആയാലും, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണോ നമുക്ക് വേണ്ടത് അതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഒരു വെബ് സെർവറിലാണ് ഉണ്ടാവുക.
വെബ്സൈറ്റിന്റെ കളക്ഷനെയാണ് വെബ് സെർവർ, വെബ്സൈറ്റിന്റെ കളക്ഷനെയാണ് വെബ് പേജിന്റെ കളക്ഷനാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് ത്രൂ ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ എവിടെ ഉണ്ടാവും? ഒരു വെബ് സെർവറിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡാറ്റാ സെന്റർ. ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് 2 മാർക്കിന് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡാറ്റാ സെന്റർ. ഡിഫൈൻ ഡാറ്റാ സെന്റർ. ഓക്കെ, ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഓഫീസിന്റെ IT സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത് ഒരു വലിയൊരു സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് മില്യൺ കണക്കിന് ഡാറ്റേനെ പ്രോസസ് ചെയ്യാനും ആ മില്യൺ കണക്കിന് ഡാറ്റേനെ ബാക്കിയുള്ളവർക്ക് അവൈലബിൾ ആക്കാനും, മില്യൺ കണക്കിന് ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റേനെ പ്രോസസ് ചെയ്യാനും അതേപോലെ തന്നെ അത് ബാക്കിയുള്ളവർക്ക് അവൈലബിൾ ആക്കാനും അതേപോലെ തന്നെ അത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും ബാക്കിയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ സെർവറിന്റെ ഒരു വലിയൊരു ചെയിനാണ്. കമ്പ്യൂട്ടേഴ്സിന്റെ സെർവറിന്റെ ഒരു വലിയൊരു ചെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, മില്യൺ കണക്കിന് ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയൊക്കെ എവിടെയോ ഒരു സ്ഥലത്ത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിൽ ആ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഒരു ചെയിൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ മില്യൺ കണക്കിന് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മള് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡാറ്റാ സെന്റർ നല്ല എന്താണ് കംഫർട്ട് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണമെന്നറിയോ? സെർവേഴ്സ് വേണം. അതായത് ഡാറ്റേനെ നമുക്ക് എവിടെന്നേലും കളക്ട് ചെയ്യണ്ടേ? ഡാറ്റേനെ കളക്ട് ചെയ്യാനും ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന അപ്ലിക്കേഷനും അത് നമുക്ക് സെക്യൂർ ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും നമുക്ക് വേണം. ഓക്കെ, അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പ്രൊഡക്ട്സ് വേണം. ഈ സെർവേഴ്സിനൊക്കെ ചെയിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അടുത്ത കമ്പ്യൂട്ടറിലോട്ട് എന്ത് ചെയ്യണം? നമുക്ക് ചെയിൻ ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫിസിക്കൽ ലെയേഴ്സ് വേണം. ഓക്കെ, അതിൽ സ്വിച്ചസ് വേണ്ടി വരാം, റൂട്ടേഴ്സ് വേണ്ടി വരാം, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. ഇനി ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റേനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയർ സ്റ്റോറേജ് യൂണിറ്റും വേണം. ഈ ഡാറ്റനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് എന്ത് വേണം? ഹാർഡ്വെയർ സ്റ്റോറേജ് യൂണിറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൂളിംഗ് ചെയ്ത് വെക്കണം. അങ്ങനെ കൂളിംഗ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം വേണം. കാരണം ഇത്രയും കമ്പ്യൂട്ടേഴ്സ് ഒരേ ടൈമിൽ ഒരു വലിയൊരു റൂമിന്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു എയർ കണ്ടീഷനിങ് ആക്കി വെക്കണം. എയർ കണ്ടീഷൻ ആക്കി വെച്ചാൽ മാത്രമേ ഈ സിസ്റ്റം എന്ത് ചെയ്യുള്ളൂ? സേഫ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ സിസ്റ്റം പെട്ടെന്ന് കേടായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം വേണം. പിന്നെ അതേപോലെ തന്നെ പവർ സപ്ലൈ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? ഡാറ്റാ സെന്റർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഡാറ്റാ സെന്റർ എന്ന് വെച്ചാൽ മില്യൺ കണക്കിന് ഡാറ്റേനെ ഓരോ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിലാക്കി ഒരു ചെയിൻ കണക്ക് സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റാ സെന്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിക്വസ്റ്റ് റെസ്പോൺസ് പ്രോസസ്സിങ്. റിക്വസ്റ്റ് വാങ്ങിക്കുന്നു, ആ ഡാറ്റാ സെന്ററിൽ പ്രോസസ് ചെയ്യുന്നു, റെസ്പോൺസ് തിരിച്ചു തരുന്നു. HTTPയും HTTPS പ്രോട്ടോകോളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാ സെന്റർ വർക്ക് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ ജവാദ? റിക്വസ്റ്റ് റെസ്പോണ്ട് പ്രോസസ്സിങ്. റിക്വസ്റ്റ് ചോദിക്കുന്നു, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, അവിടെ പ്രോസസ് ചെയ്യുന്നു, റെസ്പോൺസ് തിരിച്ചു തരുന്നു. ഓക്കെ മിസ്. ഓക്കെ, അവന്തികയുണ്ടോ? ഓക്കെ ഓക്കെ. ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷനും വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പോർട്സ് ആണ്. എന്താണ് പോർട്സ്? പോർട്സ് എന്ന് വെച്ചാല് ഒരു നെറ്റ്വർക്കിങ്ങില് ഒരു കമ്പ്യൂട്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം
എന്താ പറയാ, പോർട്ട് എന്ന് വെച്ചാൽ വെർച്വൽ പോയിന്റേഴ്സ് ആണ്. വെർച്വൽ പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കണമെങ്കിൽ ഇപ്പൊ ഒരു നമ്മുടെയൊക്കെ വീടിന് ഒരു അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, അഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഓരോരാൾക്കും ആ വീടിന്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ റൂം ഉണ്ട്. നമ്മുടെ വീടിന്റെ അഡ്രസ്സ് കോമൺ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എന്തുണ്ട്, ഓരോ റൂം ഉണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. വെബ് പേജ് വരാം, ഇമെയിൽ വരാം, ഫയൽ വരാം, ഇങ്ങനെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് വരാം. ഈ ഡാറ്റയ്ക്ക് ഏത് അപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്? വെബ് പേജ് വന്നാൽ എങ്ങോട്ടേക്ക് പോകണം? ഗൂഗിളിലോട്ട് പോകണം. ഇമെയിൽ വന്നാൽ എങ്ങോട്ടേക്ക് പോകണം? ജിമെയിലിലോട്ട് പോകണം. അതേപോലെ തന്നെ ഫയൽസ് വന്നാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? ഡൗൺലോഡ്സിലോട്ട് പോകണം. ഓക്കെ, അപ്പം ഈ ഡാറ്റ ഒക്കെ ഏത് അപ്ലിക്കേഷനിലാണ് പോകേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? പോർട്സ് ആണ്. ഈ ഡാറ്റയൊക്കെ ഏത് ആപ്ലിക്കേഷനിലോട്ടേക്കാണ് പോകേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? പോർട്സ് ആണ്. ഓക്കെ, ഈ പോർട്ട് നമ്പർ 0 മുതൽ 6535 വരെ, അതെ, 0 മുതൽ 6535 വരെയുള്ള പോർട്ട് നമ്പേഴ്സ് ആണ് ഈ ഓരോ അപ്ലിക്കേഷനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ അപ്ലിക്കേഷനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 0 മുതൽ 6535 വരെയുള്ള പോർട്ട് നമ്പർ നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ IP അഡ്രസ് ഉണ്ട്. IP അഡ്രസ് എന്ന് വെച്ചാൽ ഒരു വെബ് സെർവറിനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക? IP അഡ്രസ് വെച്ചിട്ടാണ് വെബ് സെർവറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഈ പോർട്ട് പോലെ തന്നെയാണ് IP അഡ്രസ്, പക്ഷെ IP അഡ്രസ് എന്താ? ഒരു വെബ് സെർവറിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? IP അഡ്രസ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഓരോ പ്രോട്ടോകോളിനും ഓരോ പോർട്ട് നമ്പർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് പോർട്ട് നമ്പേഴ്സ് ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പോർട്ട് നമ്പേഴ്സ് ആണ്. HTTP പ്രോട്ടോകോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ ആണ് 80. HTTP പ്രോട്ടോകോൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ ആണ് 80. ഓക്കെ, എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് വെബ്സൈറ്റ് ഒരു നോർമൽ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റിനെ നമുക്കൊരു നോർമൽ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് 80 എന്ന് പറയുന്ന പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി HTTP പോലെ തന്നെ അടുത്തതാണ് HTTPS. HTTPSന്റെ പോർട്ട് നമ്പർ 443 ആണ്. 443, അതായത് വെബ്സൈറ്റ് സെക്യൂർ ആയിട്ടും അതേപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ് 443 എന്ന് പറയുന്ന പോർട്ട് നമ്പർ. ഇനി SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതിന്റെ പോർട്ട് നമ്പർ ആണ് 25 587. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ ആണ്. ഇനി FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതാണ് 2021. ഫയൽസിനെ റിസീവ് ചെയ്യാനും അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ ആണ് 2021. ഇനി DNS എന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. അതെന്താണെന്ന് പറയാം. അതിന്റെ പോർട്ട് നമ്പർ ആണ് 53. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് വെച്ചാല് വെബ്സൈറ്റിലുള്ള അഡ്രസ് ഇല്ലേ, ആ അഡ്രസ്സിനെ IP അഡ്രസ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റിലുള്ള അഡ്രസ്സിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? IP അഡ്രസ്സിലോട്ട് മാറ്റണം. അതായത് www.sidor.com എന്ന് അടിച്ചാല് അതിന് എന്ത് ചെയ്യണം? ഒരു IP ഉണ്ടാവും 174.561
161.2 അതുപോലത്തെ IP ഉണ്ടാവും. ഓക്കെ, ആ ഒരു IP അഡ്രസ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് 53 എന്ന് പറയുന്ന പോർട്ട് നമ്പർ. ഒരു വെബ്സൈറ്റില് അല്ലെങ്കിൽ ഒരു വെബ് പേജ് തുറക്കുമ്പോൾ, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷനും HTTP ആയിക്കോട്ടെ, HTTPS ആയിക്കോട്ടെ, SMTP ആയിക്കോട്ടെ, ഓരോന്നിലോട്ട് പോകണമെങ്കിലും ഓരോ പോർട്ട് നമ്പർ വെച്ചിട്ടാണ് പോകാൻ വേണ്ടി പറ്റുക. അതാണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡൊമൈൻ നെയിം സിസ്റ്റം, ഇനി ഈ പോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം ഇപ്പം ബ്രൗസർ എന്ത് ചെയ്യുന്നു, സെർവറിലെ ഇപ്പം 80 എന്ന് പറയുന്ന ഒരു പോർട്ട് നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. 80 എന്ന് പറയുന്ന ഒരു പോർട്ട് നമ്പറിലോട്ട് പോകുന്നു. ആ പോർട്ട് നമ്പറിൽ അല്ലെങ്കിൽ 443 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലോട്ട് പോകുന്നു. എന്നിട്ട് ആ പോർട്ട് നമ്പറിലാണ് എന്തയക്കുന്നത്, റിക്വസ്റ്റ് അയക്കുന്നത്. ഒന്നിക്കിൽ 80 എന്ന് പറഞ്ഞ പോർട്ട് നമ്പറിൽ റിക്വസ്റ്റ് അയക്കും, അല്ലെങ്കിൽ 443 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലോട്ട് റിക്വസ്റ്റ് അയക്കും. അങ്ങനെയാണ് ക്ലയന്റ് റിക്വസ്റ്റ് അയക്കുന്നത്. ഇനി സെർവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെർവർ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ ഇങ്ങനെ സിഗ്നൽ കടന്നു പോകും. 443യിലും 18യിലോട്ടും ഇങ്ങനെ സിഗ്നൽ കടന്നു പോവും. അങ്ങനെ കടന്നു പോകുന്ന സിഗ്നലിനായിട്ട് സെർവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ പോർട്ട് ഓപ്പൺ ആയിരുന്നു എങ്കിൽ സെർവർ ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും. എങ്ങനെയെങ്കിലും ആ 80 എന്ന് പറഞ്ഞ പോർട്ട് നമ്പറിലോട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം സെർവർ എന്ത് ചെയ്യാണ്, റെസ്പോൺസ് തിരിച്ചയക്കാം. ഓക്കെ, ഇനിയിപ്പം നെക്സ്റ്റ് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഇതിന്റെയും എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം. ഡൊമൈൻ നെയിം സിസ്റ്റം എന്താണ്? DNS എന്ന് പറഞ്ഞാല് നമ്മള് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇപ്പം google.com അല്ലെങ്കിൽ xydor.com, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ്. നമുക്ക് നോർമൽ അതിന്റെ IP അഡ്രസ് ഒന്നും ഓർത്തു വെക്കാൻ വേണ്ടി പറ്റൂല. ഇതിനൊക്കെ ഓരോ IP അഡ്രസ് ഉണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത്, ഗൂഗിളിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 172.217.116.7 ഓക്കെ. ഇപ്പൊ ഗൂഗിളിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 216.58.211.14 ആണെന്ന് വിചാരിക്കാം. ഗൂഗിളിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കാം. അപ്പോ ഈ IP അഡ്രസ്സിലോട്ട്, ഈ IP അഡ്രസ് നിന്നാണ് എനിക്ക് എന്ത് കിട്ടുക, ഇൻഫോർമേഷൻസ് കിട്ടുക. ഇവിടെ തന്നേക്കുന്ന ഈ IP അഡ്രസ്സിൽ നിന്നാണ് എനിക്ക് എന്ത് കിട്ടുക, ഈ google.comലുള്ള ഇൻഫോർമേഷൻസ് കിട്ടാം. ഓക്കെ, അപ്പോ ഈ വെബ്സൈറ്റ് അഡ്രസ് കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ് ആക്കി മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് google.com അടിച്ച സിസ്റ്റത്തിന് അത് മനസ്സിലാവില്ല, xydor.com അടിച്ച സിസ്റ്റത്തിന് അത് മനസ്സിലാവില്ല. ഇതിന്റെ IP അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അങ്ങനെ കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന IP അഡ്രസ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ URLനെ കമ്പ്യൂട്ടറിനെ മനസ്സിലാവുന്ന IP അഡ്രസ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതാണ് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, എൻ്റെ URLനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന IP അഡ്രസ്സിലോട്ടേക്ക് മാറ്റാൻ എന്താണോ ചെയ്യേണ്ടത്, എന്ത് പണിയാണോ അവിടെ ചെയ്യേണ്ടത്, അത് ചെയ്യുന്നതാണ് ആര്, DNS ഓർ ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, അപ്പം വെബ് സെർവേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണമെങ്കിൽ ആരെ ആവശ്യമാണ്, DNS ആവശ്യമാണ്, അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം ആവശ്യമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എങ്ങനെ ഈ DNS വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളിപ്പം www.xydor.com അടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു കൊറിയാണ്. അപ്പം ബ്രൗസർ ആദ്യം DNSനോട് ചോദിക്കും ഇതിന്റെ IP അഡ്രസ് എന്താണ്. ബ്രൗസർ DNSനോട് എന്ത് ചോദിക്കും, ഈ തന്നിരിക്കുന്ന കൊറിയുടെ IP അഡ്രസ് എന്താണ്. അപ്പൊ DNS എന്ത് ചെയ്യും, DNSന്റെ സെർവർ ഡാറ്റാബേസ് പോയിട്ട് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെർവറിനോട് ചോദിക്കും ഈ തന്നിരിക്കുന്നതിന് വല്ല IP ഉണ്ടോ,
അങ്ങനെ IP ഉണ്ടെങ്കിൽ ആ IP ഏതാണ് എന്ന് DNS സെർവറിനോട് ചോദിക്കും. ഓക്കെ, അപ്പം സെർവർ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് ആർക്ക് തിരിച്ചു കൊടുക്കും? നമ്മളുടെ ബ്രൗസറിന് തിരിച്ചു കൊടുക്കും. ബ്രൗസറിലാണ് നമ്മൾ xydot.com അടിക്കുന്നത്. അപ്പൊ അങ്ങനെ അടിക്കുമ്പോൾ DNS സെർവറിനോട് ചോദിക്കും ഇതിന്റെ IP അഡ്രസ് എന്താണെന്ന്. ആ IP അഡ്രസ് കിട്ടിയാൽ തിരിച്ചാർക്ക് കൊടുക്കുന്നു? ബ്രൗസറിന് IP കൊടുക്കുന്നു. ബ്രൗസറിന് IP കൊടുക്കുമ്പം ഈ IP ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വെബ് സെർവറുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അല്ലാതെ google.com-നോ xydot.com-നോ വാട്സപ്പ് വെബ് എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ലോഗിനോ ഒന്നും അടിക്കുമ്പോഴല്ല ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ IP അഡ്രസ് കണ്ടുപിടിച്ച് ഈ IP അഡ്രസ് ത്രൂ ആണ് ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്. നമ്മളിപ്പോ ChatGPT അടിച്ചാലും ജെമിനിന്ന് അടിച്ചാലും ChatGPTയും ജെമിനിയും ഒന്നും അല്ല നമുക്ക് ChatGPTയും ജെമിനിയൊന്നും നമ്മൾ അടിക്കുന്നത് കൊണ്ടല്ല നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന എന്താണ്? ഇവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് അവർ കണ്ടുപിടിച്ച് IP അഡ്രസ് ആണ് അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡൊമൈൻ നെയിം അല്ലെങ്കിൽ DNS. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? ജവാദ 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 എന്റെ വോയിസ് കേൾക്കാത്ത വല്ല ഇഷ്യൂസ് ഉണ്ടോ? മൈക്ക് ഓണാക്കി. ആ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ്, എന്താണ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്? ഇപ്പോ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും നമ്മളിപ്പോ നോർമൽ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ വെബ് പേജിൽ നിന്നുമാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്? സെർച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാല് ഒരു സെർവറിൽ എങ്ങനെയാണോ ഒരു കാര്യം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു സെർവറിൽ ഒരു സാധനം എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അതിനെ ഒരു ചേഞ്ചും ഇല്ലാണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് വെക്കും. ഓക്കെ, സെർവറിൽ എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അത് അതേപോലെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്താലും വേറൊരാൾ ലോഗിൻ ചെയ്താലും ഒരു തേർഡ് പേഴ്സൺ ലോഗിൻ ചെയ്താലും സെക്കൻഡ് പേഴ്സൺ ലോഗിൻ ചെയ്താലും ഒക്കെ നമുക്ക് ഇതേ വെബ് പേജ് തന്നെയായിരിക്കും കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഫിക്സഡ് ആണ്. ഓരോ തവണ ആര് സെർച്ച് ചെയ്യുമ്പോഴും അവിടെ ഒരൊറ്റ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് പേജ് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇവ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് HTML, CSS പോലുള്ള ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പം സെർവറിൽ പ്രത്യേകിച്ച് അധികം പ്രോസസ്സിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഇവ എന്താവുന്നു? നമുക്ക് പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. കാരണം എല്ലാ തവണയും ഒരേപോലെ തന്നെയാണ് വെബ് പേജ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്താലും നാളെ ഓപ്പൺ ചെയ്താലും, ഫ്ലിപ്കാർട്ട് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്താലും നാളെ ഓപ്പൺ ചെയ്താലും എനിക്ക് ഒരേപോലെ തന്നെ പേജ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രൊഡക്റ്റിന്റെ ചില ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതല്ലാണ്ട് അതിന്റെ ഓരോ പേജിലും ഓരോ സെർച്ച് ബാറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അതിൽ കാണുന്നത്. അതിൽ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ഓക്കെ, പക്ഷേ ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാല് ഞാൻ യൂസ് ചെയ്യുമ്പം വേറെ ഒന്നായിരിക്കും കാണാം, മോള് യൂസ് ചെയ്യുമ്പം വേറെ ഒന്നും കാണാം, അവന്തിക യൂസ് ചെയ്യുമ്പം വേറെ ഒന്നായിരിക്കും കാണാം. അപ്പം ഓരോരാളും യൂസ് ചെയ്യുമ്പം ഡിഫറെന്റ് വെബ് പേജസ് ആയിരിക്കും കാണാം. ഓക്കെ, അങ്ങനെ ഡൈനാമിക് വെബ് പേജിൽ യൂസ് ചെയ്യുന്നത് ലാംഗ്വേജസ് PHP, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, Node.js ഇതുപോലുള്ള ലാംഗ്വേജസ് ആണ് ഡൈനാമിക് വെബ് പേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡ് എടുത്താൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കും എനിക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുക. ജവാദ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ജവാദക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇനി വേറൊരു ഇപ്പൊ ഒരു സ്കോർ കാർഡിന്റെ എടുക്കുകയാണെങ്കിൽ SSLCന്റെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ എന്റെ സ്കോർ കാർഡാണ് എനിക്ക് ഡൗൺലോഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. ജവാദയുടെ സ്കോർ കാർഡാണ് ജവാദക്ക് ഡൗൺലോഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ,
അല്ലാതെ ഇപ്പം മനോരമയുടെ സൈറ്റ് എടുക്കുകയാണെങ്കിൽ, മനോരമ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് എടുക്കുകയാണെങ്കിൽ, അവിടെ ഫസ്റ്റ് അന്നത്തെ ന്യൂസ് ആയിരിക്കും ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുക, അന്നത്തെ ഫുൾ ന്യൂസ്. ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് എടുക്കുകയാണെങ്കിൽ അന്നത്തെ ഫുൾ ന്യൂസ് ആയിരിക്കും ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ W3 സ്കൂൾ എടുക്കുകയാണെങ്കിൽ W3 സ്കൂളിന്റെ മെയിൻ ആയിട്ടുള്ള പേജസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ നമ്മൾ ലോഗിൻ പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും, അതായത് റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നതിനനുസരിച്ചും നമ്മളുടെ വെബ് പേജ് ഓരോരാൾക്കും കാണുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനത്തെ വെബ് പേജിനെയാണ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഓരോരാൾക്കും ഓരോ ലോഗിൻ പ്രോസസ് അനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും പേജ് മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതുപോലുള്ള വെബ്സൈറ്റിനെ അല്ലെങ്കിൽ വെബ് പേജസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡൈനാമിക് വെബ് പേജ് അല്ലെങ്കിൽ ഡൈനാമിക് വെബ്സൈറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഉറപ്പായിട്ടും ഡൈനാമിക് വേഴ്സസ് സ്റ്റാറ്റിക് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻഷിയേറ്റ് ഡൈനാമിക് വെബ് പേജസ് ആൻഡ് സ്റ്റാറ്റിക് വെബ് പേജസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈനാമിക് വെബ് പേജസ് ആൻഡ് സ്റ്റാറ്റിക് വെബ് പേജസ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ഡൈനാമിക് വെബ് പേജില് കണ്ടന്റ് ഒക്കെ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പക്ഷെ സ്റ്റാറ്റിക്കിൽ എന്തായിരിക്കും? കണ്ടന്റ് ചേഞ്ച് ആവും. ഡൈനാമിക് വെബ് പേജിൽ ഡാറ്റാബേസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ സ്റ്റാറ്റിക് വെബ് പേജിൽ എന്ത് ആവശ്യമുണ്ട്? ഡാറ്റാ ബേസ് ആവശ്യമുണ്ട്. ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കുറവാണ്, പക്ഷേ എക്സ്പെൻസ് കൂടുതലാണ്. സ്റ്റാറ്റിക് വെബ് പേജില് എക്സ്പെൻസ് കുറവാണ്. അതേപോലെ തന്നെ ഡൈനാമിക്, ഞാൻ ഇത്ര സമയം പറഞ്ഞത് മാറിയിട്ടില്ലല്ലോ? ഞാൻ മാറിയിട്ടുണ്ടെന്ന് തോന്നല്ലേ? സ്റ്റാറ്റിക് വെബ് പേജില് കണ്ടന്റ് ഫിക്സഡ് ആണ്. ഡൈനാമിക് വെബ് പേജില് കണ്ടന്റ് ചേഞ്ച് ആവും. സ്റ്റാറ്റിക്കില് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, ഡൈനാമിക്കില് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നു. സ്റ്റാറ്റിക്കില് നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് കുറവാണ്, പക്ഷെ ഡൈനാമിക്കിൽ എക്സ്പെൻസ് കൂടുതലാണ്. അതേപോലെ ഡൈനാമിക്കിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTTP യൂസ് ചെയ്യും. അതേപോലെ തന്നെ API, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് യൂസ് ചെയ്യും. പക്ഷെ സ്റ്റാറ്റിക്കിൽ നമുക്ക് ഏതേ യൂസ് ചെയ്യുന്നുള്ളൂ? HTTP മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡൈനാമിക്കിൽ API യൂസ് ചെയ്യാൻ കാരണം എന്താ? ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് ഞാനൊന്ന് ഓർഡർ ചെയ്താൽ പേയ്മെന്റ് പോകുന്നത് എന്റെ GPayയിലോട്ടാ, എന്റെ GPay അക്കൗണ്ടിലോട്ടാ. അല്ലാതെ ഇപ്പൊ ജവാദ ഓപ്പൺ ചെയ്താൽ എന്റെലോട്ട് വരില്ല, ജവാദയുടെ GPay അക്കൗണ്ടിലോട്ടാണ് വരിക. ഓക്കെ, അതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ആണോ? ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഉറപ്പായിട്ടും ഇതിലൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റാറ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത്. ജവാദ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോടാ. ജവാദ എടുത്തു വെച്ചു. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോർഷൻ ആണ് എന്താണ് സ്ക്രിപ്റ്റ്. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു വെബ് പേജിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അങ്ങനെ വെബ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പ്രോഗ്രാം കൊടുക്കും. ഞാൻ എന്ത് ചെയ്യും? ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു വെബ് പേജ് എന്ത് ചെയ്യുന്നത്? ഒന്ന് ഡിസൈൻ ഒക്കെ വന്ന് കളറൊക്കെ വന്ന് കുറച്ച് നീറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പ്രോഗ്രാം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ചെയ്തിട്ടുള്ള കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ ആയിട്ട് 2 സ്ക്രിപ്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്, അതായത് ക്ലയന്റ് സൈഡ് എന്നുള്ള കോഡും ഉണ്ട്. അതേപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. ഓക്കെ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനൊരു വെബ് സെർവറില് അല്ലെങ്കിൽ വെബ് ബ്രൗസറില് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്? റൺ ചെയ്യാണ്. അതായത് ഇപ്പോ എന്താ പറയാ, എനിക്ക് ആനിമേഷൻ ഇമേജസ് വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും.
അല്ലെങ്കിൽ ഫോം വാലിഡേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? വാലിഡേഷൻ അതായത് ഇപ്പം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പം ഒരിക്കലും എനിക്ക് ഒന്നിക്കൽ ഫോൺ നമ്പർ എന്തായാലും 10 ഡിജിറ്റേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നിക്കൽ 9 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും. അല്ലാതെ 5 ഫോൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല. 4 സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല. 1 സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു കോഡിന് ഇപ്പൊ ഒരു ഫോൺ നമ്പർ ആണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ ആ ഫോൺ നമ്പർ 10 ഡിജിറ്റേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് 9 ആയിരിക്കണം. അല്ലാതെ തോന്നിയ പോലെ 2, 5, 6, 8, 10 എന്നൊക്കെ അടിച്ചാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ആ ഡാറ്റ ഇൻപുട്ട് ആവാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അങ്ങനെ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത് ഏത് സ്ക്രിപ്റ്റിങ്ങിലാ? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിലാ. ഇപ്പൊ നെയിം ആണ് കൊടുക്കുന്നത് എങ്കിൽ നെയിം ഒന്നിക്കിൽ ഫുള്ള് അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സെന്റൻസ് കേസ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അല്ലാതെ ചുമ്മാ സ്മോൾ ലെറ്ററിലൊന്നും എഴുതിയ നെയിം കൊടുക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഒരു സ്കൂളത്തെ ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഇപ്പം ഒരു 10th ഒരു കുട്ടി ജോയിൻ ചെയ്യാണ്. 10th ഒരു കുട്ടി ജോയിൻ ചെയ്യണമെങ്കിൽ കുട്ടിക്ക് വയസ്സ് 16 ആയിട്ടുണ്ടാവണം. അല്ലാതെ 2024 എന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി 10th ജോയിൻ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ. അപ്പൊ 2024 എന്ന് പറഞ്ഞൊരു ഡേറ്റിലൊന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഡേറ്റ് ഓഫ് ബർത്ത് 2024 ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത് ഏത് സ്ക്രിപ്റ്റിങ്ങിലായിരിക്കും? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിലായിരിക്കും. ഓക്കെ. അവിടെ യൂസ് ചെയ്യുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ജാവ സ്ക്രിപ്റ്റ് ആണ്. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാല് നമ്മൾ അവിടെ ഡാറ്റാബേസുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഡാറ്റാബേസുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ലോഗിൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളെ കാർട്ട്, നമ്മളിപ്പം ഫ്ലിപ്കാർട്ടിന്റെ കാർട്ട്, അപ്പം അതൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? ഒന്ന് സ്റ്റോർ ആവാണ്. ലോഗിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമെയിൽ ID അവിടെ സ്റ്റോർ ആവുന്നു, ഫോൺ നമ്പർ സ്റ്റോർ ആവുന്നു, അല്ലെങ്കിൽ പാസ്വേഡ് സ്റ്റോർ ആവുന്നു. കാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചുള്ള പ്രൊഡക്റ്റ് സ്റ്റോർ ആവുന്നു, ആ പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് സ്റ്റോർ ആവുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ആവുന്നത്? ഡാറ്റാ ബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പം നമ്മളൊരു ഇൻഫോർമേഷൻ ഫില്ല് ചെയ്യുമ്പോൾ സെർവർ സൈഡ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ എന്താ സംഭവിക്കുന്നത്? ആ ഫില്ല് ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഓൾറെഡി കൊടുക്കുന്നു. ഫസ്റ്റ് തന്നെ എന്തൊക്കെയാണോ എനിക്ക് ഇൻഫോർമേഷൻ വേണ്ടത് ആ ഇൻഫോർമേഷൻ കൊടുക്കുന്നു. അത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ വരും. പക്ഷെ ആ ഇൻഫോർമേഷൻ സേവ് ബട്ടൺ അടിക്കുമ്പം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വന്നു. എന്നിട്ട് ആ ഇൻഫോർമേഷൻ സേവ് ആവുന്നത് ഏത് സ്ക്രിപ്റ്റിംഗിലാണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിലാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിലാണ് അത് സേവ് ആവുക. എവിടത്തോട്ടാണ് സേവ് ആവുന്നത്? ഡാറ്റാ ബേസിലോട്ടാണ് സേവ് ആവുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ എങ്ങോട്ടേക്കാണ് അത് സേവ് ആവുന്നത്? ഡാറ്റാബേസിലോട്ടാണ് സേവ് ആവുന്നത്. അതിന് വേണ്ടിയിട്ട് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് PHP, പൈത്തൺ, Node.js. ഇതുപോലുള്ള ലാംഗ്വേജ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് സ്ക്രിപ്റ്റും എന്തിനാണ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതും എന്ന കാര്യം. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ ജാവ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നു. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ PHP, Perl, JSP അല്ലെങ്കിൽ പൈത്തൺ ഇതൊക്കെ യൂസ് ചെയ്യുന്നു. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. പക്ഷേ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ആക്കിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ ഫിക്സഡ് ആണ്, ഒരിക്കലും ചേഞ്ച് ആവില്ല. ഓക്കെ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. അത് രണ്ടും എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. വെച്ചോടാ ചെവാദാ? വെച്ചു മിസ്. ഓക്കെ. നെക്സ്റ്റ്.
ഓക്കെ, ഇനി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, ആക്റ്റീവ് സെർവർ പേജ്, ജാവ സെർവർ പേജ്, ഇതുപോലെ കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, അതിന് ഫസ്റ്റ് വൺ ജാവ സ്ക്രിപ്റ്റ്. എന്താണ് ജാവ സ്ക്രിപ്റ്റ്? ജാവ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ മെയിൻലി നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജാവ സ്ക്രിപ്റ്റ്. നമ്മൾ അവിടെ എന്താണ് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള മോഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലയൻറ്റ് സൈഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജാവ സ്ക്രിപ്റ്റ്. അവിടെ അതിൻ്റെ ഇന്ററാക്ടിവിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ ഫോം വാലിഡേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഡൈനാമിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏത് ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി VB സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജാവ സ്ക്രിപ്റ്റ് പോലെ തന്നെ ക്ലയന്റ് സൈഡിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിഷ്വൽ എഴുതാൻ പറ്റുന്നില്ല, വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ പറയും. VB സ്ക്രിപ്റ്റിന് നമ്മൾ എന്തെന്ന് പറയും? വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇത് മൈക്രോസോഫ്റ്റിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വിഷ്വൽ ബേസിക് എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് VB സ്ക്രിപ്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റിലൂടെയാണ് ഈ VB സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുക. വിൻഡോസിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PHP എന്ന് പറഞ്ഞാൽ PHP വിൻഡോസിലും ലിനക്സിലും ഒക്കെ വർക്ക് ചെയ്യും. PHP എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് പ്രോസസ്സർ ആണ്. അപ്പം ഈ PHP എന്ന് പറയുന്നത് വെബിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. ഏകദേശം നമ്മളുടെ ഒരു 80% വെബ്സൈറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ഈ ഒരു PHP വെച്ചിട്ടാണ്. FB ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ PHP വെച്ചിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡാറ്റാബേസ് സപ്പോർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെയാണ് ASP എന്ന് വെച്ചാൽ ആക്റ്റീവ് സെർവർ പേജ്. ആക്റ്റീവ് സെർവർ പേജ് എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു .asp എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് അയച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെർവർ ആ പേജിലെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. .asp എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ, ഒരു സ്ക്രിപ്റ്റ് അയച്ചിട്ടാണ് സെർവർ എന്ത് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയതുകൊണ്ട് ഡാറ്റാബേസുമായിട്ടാണ് മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് മോഡിലാണ് അത് എന്ത് ചെയ്യുന്നത്, കോഡൊക്കെ എഴുതുന്നത്. ഓക്കെ, ഇനി JSP എന്ന് വെച്ചാലും ഇതും ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ജാവ സെർവർ പേജ് എന്ന് പറയുന്നത്. ഇത് സെർവറിൽ അതേപോലെ തന്നെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പം നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം HTML പേജിലൊക്കെ ഡയറക്റ്റ് ജാവ കോഡ് റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? JSP യൂസ് ചെയ്യും. HTML-ലൊക്കെ നമുക്ക് ഡയറക്റ്റ് ജാവ പേജ് എവിടെയെങ്കിലും, ജാവ കോഡ് എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? JSP കൊടുക്കും. ഈ JSP എന്ന് പറയുന്ന ഒരു ഫയലിലോട്ടാണ് എന്ത് അയക്കുന്നത്, റിക്വസ്റ്റ് അയക്കുന്നത്. ആ .JSP എന്ന് പറഞ്ഞ ഫയലിൽ സെർവറിൽ എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് അയക്കുന്നു. എന്നിട്ട് അതിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ജാവ സെർവറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ടാണ് അവിടെ എക്സിക്യൂഷൻ നടന്ന് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അജാക്സ് എന്ന് വെച്ചാൽ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. അജാക്സ് സ്റ്റാൻഡ്സ് ഫോർ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. ഇതെന്ന് വെച്ചാൽ വെബ് പേജിനെ കുറച്ച് സ്പീഡായിട്ടും അതേപോലെ തന്നെ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് അജാക്സ്, അല്ലെങ്കിൽ അജാക്സ് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് HTML എന്ന് പറയുന്നത്. ഒരു വെബ് പേജ് ഫുള്ളായിട്ട് റിഫ്രഷ് ഒന്നും ആക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെർവറിൽ നിന്നും ഡാറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്? അജാക്സ്. ഫുള്ളായിട്ട് റിഫ്രഷ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെർവറിൽ നിന്ന് ഡാറ്റാസ് എടുക്കാൻ വേണ്ടി പറ്റും.
ഇപ്പൊ ഒരു എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ എന്തെങ്കിലും റിക്വസ്റ്റ് അയക്കുമ്പം സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അടിക്കുമ്പോൾ തന്നെ അവിടെ എന്താവുന്നു, സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ക്യാൻസൽ അടിക്കുമ്പോൾ തന്നെ എന്താവുന്നു, ക്യാൻസൽ ആവുന്നു. ഓക്കെ, അപ്പം അതൊക്കെ അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഏത് വഴിയാണ് വരിക, അജാക്സ് എന്ന് പറഞ്ഞ ഒരു സെർവർ, ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റിലൊക്കെ ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ലൈക്ക് ആവുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ലൈക്ക് ആവുന്നു. അപ്പൊ തന്നെ ലൈക്കിന്റെ കൗണ്ട് അവിടെ എന്താവുന്നു, ഇൻക്രീസ് ആവുന്നു. അതൊക്കെ ഏത് യൂസ് ചെയ്യുന്നോണ്ടാണ്, അജാക്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നോണ്ടാണ്. നെക്സ്റ്റ്, CSS. എന്താണ് CSS? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSS എന്ന് പറയുന്നത് വെബ് പേജിന്റെ ഒരു ലേഔട്ട് ഒരു കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CSS എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു വെബ് സെർവറിൽ നിന്ന് ഒരു വെബ് സെർവറിലേക്ക് എത്തുന്ന ഫയലില് ഇമ്പോർട്ടന്റ് പോർഷൻ ഒന്ന് CSS യൂസ് ചെയ്യുന്നതാണ്. CSS യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ കളേഴ്സ്, ഫോണ്ട്, ലേ ഔട്ട് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ CSSനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് ഉണ്ട്: ഇൻലൈൻ സ്റ്റൈല്, എംബഡഡ് CSS, ലിങ്ക്ഡ് CSS. എങ്ങനെയാണ് CSS യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാല്, ഇൻലൈൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരു ടാഗിന്റെ ഉള്ളിൽ നമ്മൾ CSSന്റെ കോഡ് എഴുതാണ്. ഒരു HTML ടാഗിന്റെ ഉള്ളിൽ CSSന്റെ കോഡ് എഴുതുകയാണെങ്കിൽ അതിനെ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയും. ഇനി ഒരു ഇന്റേണൽ CSS എന്ന് പറഞ്ഞാല് ഒരു ടാഗിന്റെ ഹെഡ് സെഷൻ ഉണ്ടാവും. HTML ടാഗിന്റെ ഹെഡ് സെഷൻ ഉണ്ടാവും. അതിന്റെ മുകളിൽ CSSന്റെ കോഡ് എഴുതുകയാണെങ്കിൽ അതിനെ ഇന്റേണൽ CSS എന്ന് പറയും. ഇനി ഒരു ഡോട്ട് CSS എന്ന് പറയുന്ന ഫയലിന്റെ ഉള്ളിലാണ് നമ്മൾ CSS എന്ന് പറഞ്ഞ കോഡ് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ ലിങ്ക്ഡ് CSS അല്ലെങ്കിൽ എക്സ്റ്റേണൽ CSS എന്ന് പറയും. ഓക്കെ, 3 ടൈപ്പാണുള്ളത്: ഇൻലൈൻ, എംബഡഡ്, ലിങ്ക്ഡ്. ഇൻലൈൻ എന്ന് പറയുന്നത് ഒരു ടാഗിന്റെ ഉള്ളിൽ CSSന്റെ കോഡ് എഴുതാണെങ്കിൽ അതിനാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. എംബഡഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റേണൽ എന്ന് പറയുന്നത് ഒരു ഹെഡ് സെഷന്റെ മുകളില്, HTML ഒരു ഹെഡ് സെഷന്റെ മുകളിലാണ് നമ്മൾ കോഡ് എഴുതുന്നതെങ്കിൽ അതിനെ എംബഡഡ് എന്ന് പറയും. ലിങ്ക്ഡ് എന്ന് വെച്ചാൽ ഒരു ഡോട്ട് CSS എന്ന് പറയുന്ന ഒരു ഫയലിന്റെ ഉള്ളിൽ CSSന്റെ കോഡ് എഴുതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലിങ്ക്ഡ് CSS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് HTML ആൻഡ് HTML ടാഗ്, എങ്ങനെയാണ് HTMLന്റെ കോഡ് എഴുതുന്നത്? HTMLന് നമ്മൾ മെയിൻ ആയിട്ടും ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് 2 രീതിയിൽ നമുക്ക് കോഡ് എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് HTML ടാഗ് യൂസ് ചെയ്തിട്ടും HTML ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടും. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് HTML ഡോക്യുമെന്റ്. ഓക്കെ, എന്താണ് HTML ഡോക്യുമെന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെന്റ്? എങ്ങനെയാണ് ഒരു HTMLന്റെ സ്ട്രക്ചർ വരുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പം HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. എങ്ങനെയാണ് HTML വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളുടെ വെബ് ബ്രൗസറിലുള്ള കുറെ കാര്യങ്ങളുണ്ട്, കളേഴ്സ്, ഫോണ്ട്, അതേപോലെ തന്നെ ലിങ്ക്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ HTML കോഡ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ HTMLന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: HTML എന്ന് പറയുന്ന ടാഗ് കൊടുക്കുക, പിന്നെ അതിന്റെ ഉള്ളിൽ ഹെഡിന്റെ ഉള്ളിൽ ടൈറ്റിൽ എന്ന് വെച്ചാൽ ദിസ് പേജ് ഈസ് എ ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞിട്ട് എന്താണോ എനിക്ക് ടൈറ്റിൽ വേണ്ടത് ആ ടൈറ്റിൽ ടാഗിന്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുക്കുക, ഹെഡ് ക്ലോസ് ചെയ്യുക. ദെൻ ബോഡിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് എന്തെങ്കിലും പാരഗ്രാഫ് വേണമെങ്കിൽ പാരഗ്രാഫ്, ആ പാരഗ്രാഫ് നീറ്റ് ആക്കണമെങ്കിൽ കളർ കൊടുക്കണമെങ്കിൽ ലിങ്ക് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ ബോഡി ടാഗിന്റെ ഉള്ളിൽ എഴുതാം. ബോഡി ക്ലോസ് ചെയ്യുന്നു, ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് കൈയോടെ വെച്ചോ. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെന്റ്. ഉറപ്പായിട്ട് 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെന്റ് എന്നുണ്ടാവും. അപ്പം ഇതുപോലൊരു സാധനം കൊടുത്താൽ നമുക്ക് എന്ത് വരും? ദിസ് ഈസ് ദ ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുകളിൽ കണ്ടോ, ഞാൻ ബ്രൗസറിന്റെ ഏറ്റവും മുകളിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. എന്താണോ ഞാൻ ബോഡി ടാഗുകളിൽ കൊടുത്ത കണ്ടന്റ്, ആ ബോഡി ടാഗുള്ള കണ്ടന്റ് ആണ് എനിക്ക് എന്ത് ചെയ്യുക, ഈ ബ്രൗസർ റിഫ്രഷ് ചെയ്യുമ്പം എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ബ്രൗസർ റിഫ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വരിക, ബോഡി ടാഗിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ആണ് വരിക. ഓക്കെ, അപ്പം എന്താണ് ഈ ടാഗ് എന്ന് അറിയണ്ടേ? ടാഗ് എന്ന് പറഞ്ഞാല് വെബ് പേജിൽ ഓരോ പോർഷൻസിനെയും ഹെഡിങ്, പാരഗ്രാഫ്, ഇമേജ് ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. ഇപ്പം H1 എന്ന് പറയുന്നത് ഒരു ടാഗാണ്. H1 എന്ന് പറഞ്ഞൊരു ടാഗാണ്.
പി എന്ന് പറഞ്ഞൊരു ടാഗാണ്. H1 എന്ന് വെച്ചാൽ ഹെഡ്ലൈൻ്റെ ഒരു ടാഗാണ്. പി എന്ന് പറഞ്ഞത് പാരഗ്രാഫ് ടാഗാണ്. ഓക്കെ. ഇനി അതേപോലെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു ടാഗിനെ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നതാണ് ഏത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ടാഗിനെ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പം ആട്രിബ്യൂട്ട് ഇപ്പൊ ഒരു ലിങ്ക് HRF എന്ന് പറയുന്ന ലിങ്ക്, അതിന് അങ്ങനെ ലിങ്ക് നൽകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് HRF. ഓക്കെ. ഇമേജ് എന്ന് പറഞ്ഞൊരു ടാഗിന്റെ ഉള്ളിൽ ഇമേജ് കൊടുത്തിട്ട് ആ ഇമേജിന്റെ ഉള്ളിൽ ലിങ്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? HRF എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. അതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കണ്ടെയ്നർ ടാഗ്സും empty ടാഗ്സ് ഒക്കെ പഠിക്കാനുണ്ട്. കണ്ടെയ്നർ ടാഗ് അല്ലെങ്കിൽ empty ടാഗ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ടാഗിനെ നമ്മൾ എന്ത് ചെയ്യുകയും വേണം? ക്ലോസ് ചെയ്യുകയും വേണം. അങ്ങനെ ഓപ്പണും ചെയ്യണം ക്ലോസും ചെയ്യണം അതുപോലുള്ള ടാഗിനെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞത്. ബോഡി എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പൺ ചെയ്താൽ ഉറപ്പായിട്ടും അതിന് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അങ്ങനെ ക്ലോസിങ് ആവശ്യമില്ലാത്ത ടാഗിനെ നമ്മൾ empty ടാഗ് എന്ന് പറയുന്നു. DR, അതേപോലെ HR, IMG. ഓക്കെ. ഇതൊക്കെ എന്താണ്? ഒരു ക്ലോസിംഗ് ഇല്ലാത്ത ടാഗാണ്. അതിനെ നമ്മൾ empty ടാഗ് എന്ന് പറയും. ഓക്കെ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ടാഗിനെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി എന്ന് പറയുന്ന ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. ആ ബോഡീന്റെ ഉള്ളിൽ BG കളർ ഈക്വൽ ടു യെല്ലോ. BG കളർ എന്ന് പറയുന്നത് ഇവിടുത്തെ ആട്രിബ്യൂട്ടാണ്. ബോഡീന്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിട്ട് കൊടുക്കുക. BG കളർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ. അപ്പം ബോഡീന്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്താണോ കണ്ടന്റ് ഇടുന്നത് ആ കണ്ടന്റിന്റെ കളർ എന്തായിട്ട് മാറും? യെല്ലോ ആയിട്ട് മാറും. കുറച്ച് ടാഗും ആട്രിബ്യൂട്ടും ഇവിടെ തന്നിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് കൈയോടെ വെച്ചോ. HTML ടാഗിലുള്ള ആട്രിബ്യൂട്ടാണ് DIR and LANG, ഡയറക്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. ബോഡിക്കുള്ളിൽ ബോഡീന്റെ ബാക്ക്ഗ്രൗണ്ട് വരാം, ബാക്ക്ഗ്രൗണ്ട് കളർ വരാം, ടെക്സ്റ്റ് വരാം, ലിങ്ക് വരാം, A ലിങ്ക് V ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ലിങ്ക് ഉണ്ട്. ലെഫ്റ്റ് മാർജിൻ വരാം, ടോപ്പ് മാർജിൻ വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. ഇനി ഹെഡിങ് H1 എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ് ആണ്. പിന്നെ H2 അനുസരിച്ച് അതിന്റെ സൈസ് കുറഞ്ഞു വരും. ഇനി ആ ഹെഡിങ്ങിൽ ലെഫ്റ്റ് വരാം, റൈറ്റ് വരാം, സെൻട്രൽ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് ആട്രിബ്യൂട്ട് കൊടുക്കാം. പാരഗ്രാഫ് ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, സെന്റർ വേണോ, ജസ്റ്റിഫൈ ചെയ്യണോ എന്നുള്ളത് കൊടുക്കാം. HR ഹൊറിസോണ്ടൽ ലൈൻ, സൈസ്, വിഡ്ത്ത്, അലൈൻ, ഷെയ്ഡ്, കളർ, ഇതൊക്കെ അതിന്റെ ആട്രിബ്യൂട്ടാണ്. സെന്റർ എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട് സെന്റർ തന്നെയാണ്. മാർക്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇങ്ങനെ എഴുതി പോകുന്നത്, ട്രെയിനിന്റെ സമയം, അതേപോലെ തന്നെ ബസ്സിന്റെ സ്ഥലം. ഇപ്പം ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതി പോവാറില്ലേ ഒരു ബ്ലാക്ക് ബോക്സിന്റെ ഉള്ളിൽ റെഡ് ആയിട്ട്. അതിനാണ് നമ്മൾ മാർക്യൂ ടാഗ് എന്ന് പറയുന്നത്. ആ മാർക്യൂന്റെ ഹൈറ്റ് വരാം, വിഡ്ത്ത് വരാം, ഡയറക്ഷൻ വരാം, അതിന്റെ ബിഹേവിയർ വരാം, അതിന്റെ സ്ക്രോൾ ഡിലേ വരാം, അതായത് എത്ര മിനിറ്റിനുള്ളിലാണ് അത് സ്ക്രോൾ ചെയ്ത് പോകേണ്ടത് എന്നുള്ളത്, ലൂപ്പ്, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതൊക്കെ അതിന്റെ ആട്രിബ്യൂട്ട് ആണ്. ഇനി ഡിവൈഡ് ചെയ്യാന്നുള്ള ഡിവ് എന്ന് പറയുന്നതിന്റെ ആട്രിബ്യൂട്ട് ആണ് അലൈന്, സ്റ്റൈല്, ഇതൊക്കെ. ഇനി ഫോണ്ടിന്റെ ആട്രിബ്യൂട്ട് ആണ് കളർ, ഫേസ്, സൈസ്, ഇതൊക്കെ ഫോണ്ടിന്റെ ആട്രിബ്യൂട്ട്. ഓക്കെ. ഇനി കുറെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഉണ്ട്. ബോൾഡ് B എന്ന് പറഞ്ഞ ടാഗ് ബോൾഡ് ചെയ്യാൻ, I ഇറ്റാലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, U അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, S സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിഗ് സൈസ് ബിഗ് ആക്കാൻ, സ്മോൾ ആക്കാൻ, സ്ട്രോങ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ കുറെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഉണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു HTML പേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രക്ചർ പ്രകാരം ഫസ്റ്റ് HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിന്റെ ഉള്ളിൽ ഫോർമാറ്റിംഗ് ടാഗ്സ് കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഹെഡ് ക്ലോസ് ചെയ്ത് ബോഡിക്കുള്ളിൽ പോയി. ബോഡിക്കുള്ളിൽ P എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗാണ്. പാരഗ്രാഫ് ആയിട്ട് എഴുതുക. സെൻട്രലാണ് പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ടത്. ആ സെൻട്രൽ ബോൾഡ് ചെയ്യണം. B എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ബോൾഡ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഐറ്റലിസ് ചെയ്യാൻ വേണ്ടി ഇറ്റാലിസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ ക്ലോസും ചെയ്തിട്ടുണ്ട്. ഇനി പാരഗ്രാഫ് ക്ലോസ് ചെയ്യുന്നു, ബോർഡ് ക്ലോസ് ചെയ്യുന്നു. ഇനി സ്മോൾ ആക്കേണ്ട കണ്ടന്റ് ഏതെങ്കിലും അത് കൊടുക്കുന്നു, ബിഗ് ആക്കേണ്ടത് കൊടുക്കുന്നു, ബ്രേക്ക് ചെയ്യേണ്ടത് കൊടുക്കുന്നു, അതേപോലെ സ്ട്രോങ് ചെയ്യേണ്ടത് കൊടുക്കുന്നു, ലാസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇതുപോലൊരു കോഡ് എഴുതാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലൊരു HTML പേജിന്റെ ഉള്ളിൽ റിഫ്രഷ് ആയിട്ട് നമുക്ക് ആ കണ്ടന്റ് വരും. നമ്മൾ കൊടുത്ത ടാഗിനനുസരിച്ചുള്ള സൈസും അതിനനുസരിച്ചുള്ള കളറും അതിനനുസരിച്ചുള്ള ഇമേജും ഒക്കെ ആയിരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ആഡ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. അതാണ് HTML ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ്?
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചത് സബ്സ്ക്രിപ്റ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സാധനം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇപ്പം a² പ്ലസ് b² പ്ലസ് c² എന്ന് തന്നിട്ട് ഇതിന് HTML ടാഗ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ സബ്സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ A2 B2 MNO3 ഇതൊക്കെയാണ് സബ്സ്ക്രിപ്റ്റ്. ഈ താഴെ വരുന്നതാണ് സബ്സ്ക്രിപ്റ്റ്. മുകളിൽ വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് വരും. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഇപ്പം a+b² a² പ്ലസ് 2ab പ്ലസ് b² എന്ന് എഴുതുക സബ്സ്ക്രിപ്റ്റ് ആയിട്ട്? നോക്കിക്കോ, a+b എന്ന് എഴുതുക, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക, 2 എഴുതുക. ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു അടുത്തത് a² പ്ലസ് 2ab പ്ലസ് b² ആണ്. അപ്പം a ദെൻ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത്? 2, അതിനെ ക്ലോസ് ചെയ്യുക, ദെൻ പ്ലസ് 2ab പ്ലസ് b സൂപ്പർ സ്ക്രിപ്റ്റ് 2 സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് a+b² a² പ്ലസ് 2ab പ്ലസ് b² എന്ന് പറയുന്ന രീതിയിലോട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും. ഇനി സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ സബ് എന്ന് കൊടുക്കുക, സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ SUP എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു HTML ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി എങ്ങനെയാണ് ഒരു HTML ടാഗിൽ കമന്റ് കൊടുക്കുക? കമന്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതാണ് കമന്റ് ടാഗ്. ഒരു എക്സ്ക്ലമേറ്ററി സൈൻ, ദെൻ കുറച്ച് 2 ഹൈഫൺ. ആ 2 ഹൈഫൺ കൊടുത്തിട്ട് കമന്റ് എഴുതാം. ഓക്കെ, കമന്റിനെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ബോഡി ടാഗ്? ബോഡി ടാഗ് എന്ന് വെച്ചാൽ ബോഡി ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം, അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ, ടെക്സ്റ്റ്, A-ലിങ്ക്, V-ലിങ്ക്, ലിങ്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാം. ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ കൊടുക്കാം. ഇതൊക്കെ ആട്രിബ്യൂട്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ, URL, എന്തെങ്കിലും പിക്ചർ കൊടുക്കാനുണ്ടെങ്കിൽ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു പിക്ചറിന്റെ .jpg എന്ന് പറയുന്ന ഫോർമാറ്റ് ഏതാണോ അത് വെച്ചിട്ട് ആ പിക്ചറിന്റെ പേര് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താൽ ഇത് ഇവിടെ അതുപോലെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്, ആ പിക്ചറിന്റെ മുകളിൽ കണ്ടന്റും വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബ്ലൂ ആണോ, ബ്ലാക്ക് ആണോ, ഗ്രേ ആണോ എന്നുള്ളത്. പിന്നെ കുറെ കളർ കോഡ് ഉണ്ട്. കളർ കോഡ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കളർ ഹെക്സ്, ബ്ലാക്കിന് #0000 എന്ന് പറഞ്ഞ് എഴുതും, റെഡിന് #FF40 എഴുതും, ഗ്രീൻ #00FF00 എന്ന് എഴുതും. ഈ ജസ്റ്റ് ഈ കോഡ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ ഉള്ളിൽ ടെക്സ്റ്റിന്റെ കളർ യെല്ലോ ആയിരിക്കണോ, ബ്ലൂ ആയിരിക്കണോ, ഗ്രീൻ ആയിരിക്കണോ, ഏതായിട്ടാണ് എഴുതേണ്ടത്, അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. A-ലിങ്ക്, V-ലിങ്ക്, ലിങ്ക്. A-ലിങ്ക്, V-ലിങ്ക്, ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ്, ഒരു HTML ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ആ പേജിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു പേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് ആ പേജിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? വേറൊരു പേജ് കൊടുക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ അത് ലിങ്ക് ചെയ്യുന്നത്? ഒരു പേജ് വേറൊരു പേജിനെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അതാണ് A-ലിങ്ക്, V-ലിങ്ക് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അതില് ഫസ്റ്റ് വൺ A-ലിങ്ക്. A-ലിങ്ക് എന്ന് പറയുമ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റ് ലിങ്ക് എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ആ ലിങ്കിൽ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ആ ലിങ്ക് വിസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത ലിങ്കിനെ നമ്മൾ ഏത് കളറിലാണ് ഉണ്ടാവുക? ഒരു ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. നമുക്കൊരു ലിങ്ക് വരുമ്പോൾ നമുക്ക് ബ്ലൂ കളറിലല്ലേ ഉണ്ടാവുക? അതാണ് ലിങ്ക്. ഓക്കെ, ഇനി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതെന്തായിട്ട് മാറും? ഗ്രീൻ ആയിട്ട് മാറും. ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഗ്രീൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പം അതെന്തായിട്ട് മാറി? A-ലിങ്ക് അല്ലെങ്കിൽ ആക്റ്റീവ് ലിങ്ക് ആയിട്ട് മാറി. ഓക്കെ, ഇനി ലിങ്ക് വിസിറ്റ് ചെയ്ത ശേഷം, അതാണ് വിസിറ്റഡ് ലിങ്ക്. ലിങ്ക് വിസിറ്റ് ചെയ്ത ശേഷം ആ ലിങ്കിന്റെ കളർ എന്തായിട്ട് മാറുന്നു? പർപ്പിൾ ആയിട്ട് മാറുന്നു. ലിങ്ക് വിസിറ്റ് ചെയ്ത ശേഷം ആ ലിങ്കിന്റെ കളർ എന്തായിട്ട് മാറുന്നു? പർപ്പിൾ ആയിട്ട് മാറും. അതാണ് V-ലിങ്ക് ഓർ വിസിറ്റഡ് ലിങ്ക്. ഓക്കെ, ഒരു CSS കോഡിനുള്ളിൽ ലിങ്ക് ഉണ്ടാവും, A-ലിങ്ക് ഉണ്ടാവും, V-ലിങ്ക് ഉണ്ടാവും. ലിങ്ക് എന്ന് വെച്ചാൽ ബ്ലൂ കളേർഡ് ആയിരിക്കും, അതായത് ലിങ്ക് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇനി A-ലിങ്ക് ആണെങ്കിൽ ആക്റ്റീവ് ലിങ്ക് ആണ്. ഇനി V-ലിങ്ക് ആണെങ്കിൽ വിസിറ്റഡ് ലിങ്ക് ആണ്, അതിന്റെ കളർ പർപ്പിൾ ആണ്. ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മാർജിൻ ഏത് സൈഡിലോട്ടാണ് വേണ്ടത്, എത്രയാണ് അതിന്റെ സൈസ് വേണ്ടത്, അത് ആട്രിബ്യൂട്ടിൽ പെടുന്നതാണ്. നെക്സ്റ്റ്,
എങ്ങനെയാണ് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ടാഗിന്റെ ഉള്ളില് SRC ഈസ് ഈക്വൽ ടു സോഴ്സ് ഈസ് ഈക്വൽ ടു ഇമേജിന്റെ നെയിം ഡോട്ട് JPG. ഇങ്ങനെയാണ് എന്ത് ഇൻസേർട്ട് ചെയ്യുന്നത്, ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എ ഹൈപ്പർ ലിങ്ക്? എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെന്റ് ഹൈപ്പർ ലിങ്ക്. ഓക്കെ, എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് വെച്ചാല് ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ്. ഒരു വെബ് പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ടാഗ് ആയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റേണൽ ലിങ്കിങ് ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ട്, അതേപോലെ ഇമെയിൽ ലിങ്കിങ് ഉണ്ട്. ഇന്റേണൽ ലിങ്കിങ് എന്ന് വെച്ചാൽ ഒരു സെയിം ഡോക്യുമെന്റിൽ ലിങ്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നിലോട്ട് ലിങ്ക് ചെയ്യാം, വേറെ ഡോക്യുമെന്റിലോട്ട് ലിങ്ക് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഇമെയിൽ ലിങ്കിങ് എന്ന് വെച്ചാൽ ഇമെയിലിലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ ലിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ കൊടുത്തതാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ഇൻ എ വെബ് പേജ് A3B5. ഇതിനെങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? അതെങ്ങനെ എഴുതുക? A സൂപ്പർസ്ക്രിപ്റ്റ് 3 സൂപ്പർസ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, B സബ്സ്ക്രിപ്റ്റ് 5. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് കിട്ടും. ദെൻ വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ്? ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഇമേജ്. എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. ലിസ്റ്റ് പഠിക്കുമ്പോൾ പറയാം, അത് ഇവിടെ ഇല്ല. സ്റ്റാറ്റിക് ഡൈനാമിക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. ഇനി ബ്രീഫ്ലി explain the different ways in which a JavaScript can be inserted in a web page. JavaScript എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, 3 ways JavaScript ഇൻസേർട്ട് ചെയ്യാം. വേണമെങ്കിൽ VB സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് JavaScript എഴുതി വെച്ചാൽ മതി. ദെൻ ഇത് എഴുതി വെച്ചാൽ മതി. ഹെഡ്, ബോഡി, പിന്നെ എക്സ്റ്റേണൽ ലിങ്ക്, ഏതെങ്കിലും ഒരു 3 ലിങ്ക് അങ്ങ് ജാവാസ്ക്രിപ്റ്റിന്റെ ഇൻസേർട്ട് ചെയ്യുന്നത് എഴുതി വെച്ചാൽ മതി. ആ ലിങ്കിന്റെ ആ ഒരു 3 ടാഗിന്റെ എക്സ്പ്ലനേഷൻ. പിന്നെ എക്സ്പ്ലെയിൻ വാരിയസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്, ബോഡി ടാഗിൽ BG കളർ വരും, ബാക്ക്ഗ്രൗണ്ട് വരും, ടെക്സ്റ്റ് വരും, A ലിങ്ക്, V ലിങ്ക്, ലിങ്ക് വരും. അപ്പൊ ഏതെങ്കിലും ഒരു കുറച്ച് ആട്രിബ്യൂട്ട് എഴുതി വെക്കാം. മാർക്ക് അനുസരിച്ച് എഴുതി വെക്കണം. 5 മാർക്കാണെങ്കിൽ 5 അല്ലെങ്കിൽ 10 10 ആട്രിബ്യൂട്ട് ഇല്ല, 5 ആട്രിബ്യൂട്ട് എഴുതി വെക്കണം. പക്ഷെ 5 മാർക്കിന് ചോദിക്കൂല, അത്രയും ആട്രിബ്യൂട്ട് ഇല്ല. ഒരു 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 3 ആട്രിബ്യൂട്ട് എഴുതി വെക്കാം. പിന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന് പ്രോസസ് ഈസ് ഡൺ ബൈ വെബ് ബ്രൗസർ. പിന്നെ കാറ്റഗറൈസ് ദ ഫോളോയിങ് ടാഗ്സ് ഇൻ HTML അപ്രോപ്രിയേറ്റ്ലി. ഈ തന്നിട്ടുള്ള ടാഗിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക. ഇത് ഒന്ന് empty ടാഗ് ആണ്, ഒന്ന് കണ്ടെയ്നർ ടാഗ് ആണ്. കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ empty ടാഗ് കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണം. പക്ഷെ empty ടാഗ് എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യേണ്ട. അങ്ങനെ നിങ്ങൾക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കാണാം. പിന്നെ വാട്ട് ആർ സ്ക്രിപ്റ്റ്സ് ഇൻ വെബ് പ്രോഗ്രാമിംഗ്? വെബ് പ്രോഗ്രാമിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും ഞാൻ പറഞ്ഞു, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസ്, എക്സിക്യൂട്ട് ഇൻ ബ്രൗസർ, സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. വാലിഡേഷൻ ആവശ്യമില്ല. ബ്ലോക്ക് സ്ക്രിപ്റ്റ്, കനോട്ട് ബ്ലോക്ക് സ്ക്രിപ്റ്റ്. പിന്നെ write an HTML code fragment to insert an image profile.jpg aligned in the center of the web page. ഒരു ഇമേജ് profile.jpg എന്ന ഇമേജ് നമ്മൾ എന്ത് അലൈൻ ചെയ്യുക, ബോഡി ഓപ്പൺ ചെയ്യുക, ബോഡിയുടെ ഉള്ളിൽ സെന്ററിലാണ് ചെയ്യാൻ പറഞ്ഞത്. സെന്ററിൽ ഇമേജ് SRC is equal to profile.jpg, ആ സെന്റർ ക്ലോസ് ചെയ്യുക. ഇനി ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 3 attributes of body tag in HTML. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബോഡി ടാഗില് 2-3 ആട്രിബ്യൂട്ട് എഴുതാൻ വേണ്ടിയിട്ട് ആട്രിബ്യൂട്ട് ഉറപ്പായിട്ടും എഴുതണം. ബാക്ക്ഗ്രൗണ്ട് BG, പിന്നെ നോക്കുക ബോഡി ടാഗ് ആയാലും അതേപോലെ തന്നെ എന്തായിരുന്നു ഇമേജ് ആയാലും അതിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊക്കെയുള്ള ആട്രിബ്യൂട്ട് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഡിഫറെന്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് പേജ് ആൻഡ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വാട്ട് ഈസ് എ വെബ് ബ്രൗസർ. 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, ക്ലയന്റ് ടു സെർവറും സെർവർ ടു സെർവറും. പിന്നെ വെബ് സെർവർ എന്താണ്, ആ 2 കാര്യങ്ങൾ എഴുതാം. ക്ലയന്റ് ടു സെർവറും വെബ് സെർവർ ടു വെബ് സെർവറും മറക്കരുത്.
പിന്നെ വാട്ട് ആർ ദ വാരിയസ് ടൈപ്സ് ഓഫ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാ സ്ക്രിപ്റ്റ്, വിബി സ്ക്രിപ്റ്റ്, അജാക്സ്, അതേപോലുള്ള സാധനങ്ങളൊക്കെയാണ് എന്തെഴുതേണ്ടത്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ എഴുതേണ്ടത്. ഒരു 6 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാവാ സ്ക്രിപ്റ്റ്, വിബി സ്ക്രിപ്റ്റ്, അജാക്സ്, അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ്, വിബി സ്ക്രിപ്റ്റ്, PHP, ആക്റ്റീവ് സെർവർ പേജ്, ജാവാ സെർവർ പേജ്. ഇതൊക്കെ ഒരു 2 മാർക്ക് വെച്ചിട്ട് പഠിച്ചു വെച്ചാൽ മതി. 2 മാർക്കിനുള്ളത് ആ പോർഷനിൽ ചോദിക്കുള്ളൂ, അതിൽ കൂടുതൽ ഒന്നും ചോദിക്കില്ല. 2 മാർക്കിനുള്ളത് പഠിച്ചു വെക്കണം. 2 മാർക്കുള്ളത് പറയുമ്പോൾ ഒരു 4 പോയിന്റ് വെച്ച് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഡെവലപ്പ് എ വെബ് പേജ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് വെബ് പേജിൽ വേണ്ടത്? ഹാസ് ആൻ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട്. ഇമേജ് വേണം ബാക്ക്ഗ്രൗണ്ടിൽ. വെൽക്കം യൂസേഴ്സ് വിത്ത് എ മാർക്ക് യു ഇൻ അട്രാക്റ്റീവ് ഫോണ്ട്. മാർക്ക് യു ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാർക്ക് യു ഫസ്റ്റ് ബോഡിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കമ്പനിയുടെ ഇമേജ് കൊടുത്തു. മാർക്യൂല് ഹൈറ്റ് ഇട്ട് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തു, ഡയറക്ഷൻ ലെഫ്റ്റ് എന്ന് കൊടുത്തു. എന്താണോ മാർക്യൂല് പോണ്ടത് അത് മാർക്യൂ ടാഗിന്റെ ഉള്ളിൽ ബാക്കി കൊടുത്തു, മാർക്ക് ക്ലോസ് ചെയ്തു. ദെൻ അഡ്രസ് എന്ന് പറയുന്ന ഒരു ടാഗിന്റെ ഉള്ളിൽ അഡ്രസ് കൊടുത്തു. ദെൻ ലാസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് ആ ഒരു HTML കോഡിന്റെ ഒന്നാമത്തെ ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ ബാക്കി ഏത് കോഡ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി HTTP stands for Hypertext Transfer Protocol Secure. How will distinguish static web pages from a dynamic web page? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഡിഫറൻഷിയേറ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് 2019 ചോദിച്ചിട്ടുണ്ട്, 2019 ചോദിച്ചിട്ടുണ്ട്. 19 16 സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഇനി വാരിയസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിന്റെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്, A ലിങ്ക്, V ലിങ്ക്, ഇതൊക്കെ തന്നെയാണ് 2019 എക്സാമിന് ചോദിച്ചാണ്. ഇത് തന്നെയാണ് ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. പിന്നെ മാർക്യൂ ഇതാ റൈറ്റ് HTML കോഡ് ഫോർ എ വെബ് പേജ് of an institution with the following features. It should have a marquee welcoming user, a heading in different fonts and a picture and address of institution. ബോഡിന്റെ ഉള്ളിൽ മാർക്കിന്റെ ഉള്ളിൽ വെൽക്കം ഓൾ എന്ന് കൊടുക്കുക, മാർക്ക് ക്ലോസ് ചെയ്യുക. H1 ഉള്ളിൽ എന്താണോ സ്കൂളിന്റെ പേര് വെച്ചാൽ ആ സ്കൂളിന്റെ പേര് അല്ലെങ്കിൽ അഡ്രസ് കൊടുക്കുക. ദെൻ H3 ഹോം പേജ് കൊടുക്കുന്നു, സ്കൂളിന്റെ ഇമേജ് കൊടുക്കുന്നു. ഓക്കെ, ഇമേജ് കൊടുക്കുന്നു, അഡ്രസ് കൊടുക്കുന്നു, അഡ്രസ് ക്ലോസ് ചെയ്യുന്നു, ബോഡി ക്ലോസ് ചെയ്യുന്നു, ദെൻ HTML ക്ലോസ് ചെയ്യുന്നു. നെയിം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലയന്റ് ടു സെർവറും സെർവർ ടു ക്ലയന്റും. പിന്നെ SFTP എന്ന് കണ്ടാൽ FTP നമുക്കറിയാം, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. SFTP എന്ന് വെച്ചാൽ സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SFTP എന്ന് വെച്ചാൽ സെക്യൂർ ഫയൽ transfer protocol. An HTML document is saved with a name having .html extension. .html എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ആണ് HTML സേവ് ചെയ്യുന്നത്. .css എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ് CSS സ്റ്റോർ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് എനി ഫോർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. പിന്നെ HTML കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജാവാ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, VB സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, PHP ചോദിച്ചിട്ടുണ്ട്, JSP. ഇതാ റഹീം വാണ്ട്സ് ടു connect this web page to www.yahoo.com. Write the tag and attribute required for this. ഇങ്ങനൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ടാഗ് വേണം? HTML ടാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? www. എന്നുള്ളത് ലിങ്കിൽ, വെറും ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. കാരണം നീലയാണിത്. ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതെന്താവുന്നത്? ഗ്രീൻ ആവുന്നത്. ക്ലിക്ക് ചെയ്ത് വിസിറ്റ് ചെയ്ത ശേഷമാണ് അത് പർപ്പിൾ ആയിട്ട് മാറുന്നത്. പിന്നെ ക്ലാസിഫൈ ദ ഫോളോയിങ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇൻടു ക്ലയന്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ ക്ലയന്റ് സൈഡും സെർവർ സൈഡുമായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ക്ലയന്റ് സൈഡിൽ ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, സെർവറിൽ ASP, PHP. പിന്നെ വാലിഡേഷൻ അല്ല
ഓക്കെ, പി ടാഗും അതേപോലെ തന്നെ ബ്രേക്ക് ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ബ്രേക്ക് ടാഗ് എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കണ്ടെയ്നർ ടാഗ്. പി ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്, ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞത് എം ടി ടാഗ് ആണ്. പിന്നെ പി ടാഗ് എന്ന് വെച്ചാൽ പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ്. ബ്രേക്ക് ടാഗ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്ത് പുതിയ ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. വാരിയസ് ടൈപ്സ് ഓഫ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചേക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല ഏതൊക്കെ പോർഷൻസ് വരുന്നതെന്ന്. HTML സ്ട്രക്ചർ മെയിൻ ആയിട്ട് പഠിച്ച് വെച്ചേ പറ്റുള്ളൂ. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേഴ്സസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ നമ്മളുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ ഈ 4 പോയിന്റ്സ് വെച്ച് പഠിച്ചു വെക്കുക. ഏതൊക്കെ ടാഗ്സ്, HTML ഈ ടാഗ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ടാഗും അതിന്റെ ആട്രിബ്യൂട്ടും, ആ ഒരു ടേബിളിലുള്ള ടാഗും ആട്രിബ്യൂട്ട്സും മാത്രമേ ഉള്ളൂ. ആ ടേബിളിലുള്ള ടാഗും ആട്രിബ്യൂട്ട്സും അതേപോലെ നന്നായിട്ട് പഠിക്കുക, ചോദിക്കാം. പിന്നെ ഒരു HTML ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്, എ ലിങ്ക്, വിലിങ്ക്, ലിങ്ക്, ഇതാ ഇത്രയും ടാഗും ആട്രിബ്യൂട്ടേ ഉള്ളൂ. ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഈ ടാഗ്സ് പഠിച്ചു വെക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടും പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ ജവാദ? ഓക്കെ മിസ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ടോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ഏതൊക്കെ പോർഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്? കിട്ടി. ഓക്കെ, സ്റ്റാറ്റിക്, ഡൈനാമിക്, ക്ലയന്റ് സെർവർ, വെബ് സെർവർ, അതേപോലെ തന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ആട്രിബ്യൂട്ട്സ്, ടാഗ്സ്, അതിന്റെ സ്ട്രക്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അതാണ് സ്റ്റേജിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ, അങ്ങനെ വൈൻഡപ്പ് ചെയ്യട്ടെ.